ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ പൈനാപ്പിൾ ലഡുവാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 കപ്പോളം തേങ്ങ തുരുവിയത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. പിന്നെ അല്പം ബട്ടറാണ് എടുത്തത്. ഇനി നിങ്ങളെടുത്ത് ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം. ഏകദേശം 3/4 കപ്പോളം പഞ്ചസാരയും വേണ്ടി വരും. നിങ്ങളെടുക്കുന്ന പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് തേങ്ങ തുരുവിയത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ പൈനാപ്പിളും പിന്നെ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ സമയം കൊണ്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ലായനിയിൽ പൈനാപ്പിളും തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് വരണം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ യോജിച്ച് നല്ല ഡ്രൈ ആവുന്ന വരെ നമുക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് അല്പം കയ്യിലെടുത്തിട്ട് നമുക്ക് ലഡു പോലെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പം ഇതുപോലെയാണ് വന്നത്. ഇനിയും പഞ്ചസാര സിറപ്പൊക്കെ ഉള്ള പോലെ ഉണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് അത് നമുക്കൊരു തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലോണം തണുത്ത് പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കത് ഉരുട്ടിയെടുക്കാൻ കഴിയില്ല. ചെറു ചൂടോടെയാണ് നമ്മൾ ഇതേപോലെ ഉരുട്ടിയെടുക്കേണ്ടത്. ഞാനിപ്പം ഈ സൈസിലാണ് എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിൾ ലഡു ഇവിടെ റെഡിയായി. നമ്മൾ ഇത് മുഴുവൻ ഇതേപോലെ ഉരുട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം ചെറി കട്ട് ചെയ്തിട്ട് മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ എസൻസോ അല്ലെങ്കിൽ കളറോ ഒന്നും ചേർക്കാതെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ലഡുവാണ് തയ്യാറാക്കിയത്. അപ്പം പൈനാപ്പിൾ ലഡു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പൈനാപ്പിളൊക്കെ ഒന്ന് വാങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.